അവൻ്റെ ശാഖകൾ പടർന്നു പന്തലിക്കും. പൂന്തോട്ടം പോലെ അവർ പുഷ്പിക്കും. കർത്താവിൻ്റെ വഴിയിലൂടെ നീതിമാന്മാർ ചരിക്കുന്നു, പാപികൾ കാലിടറി വീഴുന്നു. അപ്പം നമ്മൾ ദൈവത്തോട് നമ്മുടെ തെറ്റുകൾ ഏറ്റു പറയുമ്പോൾ പിന്നെ നമ്മൾ കാണുന്ന ഭാഗങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ കാരുണ്യമാണ് ദൈവം നമ്മളോട് പറയുന്നത്. അതായത് ശാഖകൾ പടർന്ന് പന്തലിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വൃക്ഷം, ഒരു മരം ശാഖകളായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സമൃദ്ധിയുടെ കാലമല്ലേ അതിനെ സൂചിപ്പിക്കുന്നത്. അതുപോലെ ദൈവം നമുക്ക് സമൃദ്ധി ചൊരിയുമെന്നാണ് പറയുന്നത്. അതായത് തെറ്റുപറ്റിയെന്ന് പൂർണ്ണ ഹൃദയത്തോടെ. പിന്നെ ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പശ്ചാത്താപത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും പറയുന്നത്, ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരിക. നിങ്ങളുടെ വസ്ത്രമല്ല കീറേണ്ടത്, നിങ്ങളുടെ ഹൃദയമാണ് കീറേണ്ടത്. അപ്പം അതിൻ്റെ റിസൾട്ടായിട്ട് പറയണത്, കർത്താവ് ഉദാരമതിയും കരുണാസമ്പന്നനും സ്നേഹസമ്പന്നനും ക്ഷമാശീലനും ശിക്ഷ പിൻവലിക്കാൻ സദാ സന്നദ്ധനുമാണ്. അതാണ് ജോയൽ 2:12 പറഞ്ഞേക്കുന്നത്. പിന്നെ ദൈവം അവിടെ എല്ലാം സൂചിപ്പിക്കുന്നത്, അതായത് അകൃത്യങ്ങൾക്ക് മാപ്പ് ലഭിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ദൈവം പറയുന്ന ഭാഗങ്ങളിലെല്ലാം, ഇതാ ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എന്താ, നമ്മുടെ സമൃദ്ധിയുടെ കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നത്. പിന്നെ കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യും, അതായത് പ്രതീക്ഷിക്കാതെ തന്നെ നിന്നെ ദൈവം ഉയർത്തും എന്ന് പറയുന്നുണ്ട്. പിന്നെ മേച്ചിൽപ്പുറങ്ങൾ പച്ച പിടിക്കും, വൃക്ഷങ്ങൾ ഫലം ചൂടും, യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടിയും വസന്തവൃഷ്ടിയും എല്ലാം നിങ്ങൾക്ക്. അതെല്ലാം അവിടെ എല്ലാം സൂചിപ്പിക്കുന്നത് എന്താ, മെതിക്കളങ്ങളിൽ ധാന്യം നിറയും, നിങ്ങൾ സമൃദ്ധമായി ഭക്ഷിച്ച് തൃപ്തിയടയും. ഇവിടെ എല്ലാം സൂചിപ്പിക്കുന്നത് എന്താ, കർത്താവിൻ്റെ കരുണ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം ദൈവത്തിൻ്റെ സ്നേഹത്താൽ, കർത്താവിനെ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും. അതായത് നമ്മുടെ തെറ്റുകൾ പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ ഏറ്റു പറയുമ്പോഴത്തേക്കും കർത്താവ് നമ്മളെ സ്വീകരിക്കും, നമുക്ക് സമൃദ്ധിയും ഐശ്വര്യവും എല്ലാം തരുമെന്നാണ് പിന്നീട് വരുന്ന വചനഭാഗങ്ങളിൽ ഓരോ ഇതിലും പ്രതിപാദിക്കുന്നത്. പിന്നെ സക്കറിയായുടെ ഇതിൽ പറയുന്നുണ്ട്, സക്കറിയ 1:3 പറയുന്നുണ്ട്, എൻ്റെ സന്നിധിയിലേക്ക് നിങ്ങൾ മടങ്ങി വരുവീൻ, അപ്പോൾ ഞാനും നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരും. അതിനെന്താ ചെയ്യേണ്ടത്, ദുർമാർഗങ്ങളും വ്യാജവൃത്തികളും വിട്ടുതിരിയുക. പിന്നെ എന്താ പറയുക, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നശിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതൊക്കെയാണ് അനുതാപം പശ്ചാത്താപമായിട്ട്